ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ലൂക്കാസ് വിശേഷത്തിൻ്റെ 24-ാം അധ്യായം ധ്യാന വിഷയമായിട്ട് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഉയർപ്പിൻ്റെ ആനന്ദം. പാപ്പ മരിച്ചതുകൊണ്ട് ഉയർപ്പിൻ്റെ ആനന്ദം ഒന്നും കെട്ടുപോകുന്നില്ല. വിമലഗിരി കത്തീഡ്രലിൽ വെച്ചിരിക്കുന്നൊരു രൂപമുണ്ട്. പെസഹാത്തിരിയും ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് നടന്നു നീങ്ങുന്ന ഫ്രാൻസിസ് പാപ്പ പ്രത്യാശയുടെ പ്രവാചകനായിരുന്നു. 2025 ജൂബിലി വർഷം പ്രത്യാശയുടെ തീർത്ഥാടകരുടെ വർഷമാണ്. പ്രത്യാശയുടെ തീർത്ഥാടകര്. ഓരോ ദൈവ പൈതലും നിന്റെ കയ്യിൽ നീ കാണാതെ നീ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ദീപം, ഒരു പ്രകാശം നിന്റെ കയ്യിലുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ഒരു ഹല്ലേലൂയ വിളിച്ചേ, ഒച്ചത്തിൽ വിളിച്ചേ ഹല്ലേലൂയ. കൂട്ടാം. നിന്റെ മുമ്പിൽ പ്രകാശമുണ്ട് മോനെ. നിന്റെ മുമ്പിൽ പ്രകാശം, നിന്റെ മുമ്പിൽ അന്ധകാരമല്ല. നീ ആത്മഹത്യ ചെയ്യാൻ പോകരുത്. എന്തുമായി നിന്റെ ഭർത്താവ് വിചാരിച്ച നീ ആത്മഹത്യ ചെയ്യല്ല. നിന്റെ ഭാര്യ വിചാരിച്ച നീ ആത്മഹത്യ ചെയ്യല്ല. നിന്റെ അമ്മായിയമ്മ വിചാരിച്ച നീ ആത്മഹത്യ ചെയ്യല്ല. നിന്റെ അമ്മായിയപ്പൻ അല്ല നീ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവരും ഇവരും അല്ല നീ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നീ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ദൈവമാ. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലാൻ ആർക്കും അനുവാദമില്ല. ക്ഷമിക്കണം എങ്ങനെ പറയുന്നത്. കോട്ടയത്തിലെ സംസ്കാരമായ ആത്മഹത്യാ സംസ്കാരം മാറുമ്പോ ഈ ശുശ്രൂഷയ്ക്ക് എന്താണ് അർത്ഥമെന്ന് അച്ഛൻ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ പ്രസംഗം പറയുന്ന കേൾക്കുന്ന ദൂരത്തിലാണ് 2 കുടുംബങ്ങള് ആ പൊലിഞ്ഞു പോയതെന്ന ദുഃഖത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആത്മഹത്യ ഈരുവിന്റെ സ്വഭാവമാണ്. ക്രിസ്ത്യാനി ധീരനായിട്ട് ജീവിക്കാനുള്ളതാണ്. ഒരു കടബാധ്യതയുടെ പേര് തീർക്കാനുള്ളതല്ല ജീവിതം. ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേര് തീർക്കാനുള്ളതല്ല ജീവിതം. ഹല്ലേലൂയ. നീ മരിക്കുന്നതിന് ആരെയും പഴി പറയരുത്. You are responsible for your death. നീ മരിച്ചതിന്റെ കാരണം നീയാ. നീ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം നീയാ. ഹല്ലേലൂയ. ദൈവമക്കളെ ഗ്രഹിക്കണം. പറഞ്ഞു, പേര് ഞാൻ ആവർത്തിക്കുന്നില്ല. അവര് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് നല്ലത്. അത് പിശാചിന്റെ വഴിയാ, അത് നരകത്തിന്റെ വഴിയാ, അത് നാശത്തിന്റെ വഴിയാ. ഇത് ജീവന്റെ ഉത്സവമാ. ക്രിസ്ത്യാനി ജീവന്റെ പെർഫെക്റ്റ് ഓഫ് ലൈഫ്. നിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും. ദാനിയേലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം, സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്ന ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരുവാടാകൂട്ടാ. ഒരു സിംഹത്തിനും വിഴുങ്ങാൻ പറ്റത്തില്ല. ഒരു സിംഹത്തിന് നിന്നെ കടിച്ചു കീറാൻ പറ്റത്തില്ല. ഒരമ്മായി അമ്മയ്ക്ക് നിന്നെ നശിപ്പിക്കാനാവില്ല. പക്ഷേ നീ കാരണം ഒരാൾ മരിച്ചാൽ നിന്റെ തലയിൽ അതുണ്ടാകും. നീ കാരണം ഒരാൾ മരിച്ച കഴിഞ്ഞിടയ്ക്കൊരു മനുഷ്യൻ വന്നതാ. കയ്യബദ്ധത്തിൽ എനിക്കൊന്ന് വാഹനം തിരിച്ചതോ മറ്റോ വണ്ടി മുട്ടി ഒരാൾ മരിച്ച ദുഃഖത്തിൽ വിഷമിച്ച് ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം വന്ന എൻ്റെ അടുക്കൽ. അറിഞ്ഞൊന്നും കൊന്നതൊന്നും അല്ലല്ലോ. കയ്യബദ്ധത്തിൽ ഒരു മരണം സംഭവിച്ചതിൻ്റെ പേരിൽ ഇന്നൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 വർഷം മുമ്പ് ജീവിക്കാൻ നിവർത്തിയിൽ ലോറി ഓടിക്കുന്ന മനുഷ്യനായിരുന്നു. വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ പുറകിൽ കൂടെ സൈക്കിൾ ഓടിച്ചു പോയ ഒരാളെ വണ്ടി മുട്ടി ആൾ മരിക്കുകയും ചെയ്തു. 20 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കുറ്റബോധത്തോടെ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിയുക. നമ്മൾ ചേട്ടൻ വിഷമിക്കാതെ, അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കല്പം കൂടെ ശ്രദ്ധിക്കാമായിരുന്നു അച്ചു, എനിക്കല്പം കൂടി ശ്രദ്ധിക്കാമായിരുന്നു. വെളുപ്പാങ്കാലത്ത് വീടിൻ്റെ അരികിലിട്ടിരിക്കുന്ന വണ്ടി തിരിച്ചപ്പം
എനിക്ക് അല്പം കൂടെ കുറ്റബോധം ഇല്ലാത്ത കുറ്റബോധം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെങ്കിൽ നീ കഥകളിൽ കുടുംബം തകരാൻ പിശാചിന്റെ വേലത്തര. സമ്പത്തൊന്നിനും ഉപകരിക്കത്തില്ലെന്ന് അമ്മായിയമ്മമാര് മനസ്സിലാക്ക. സമ്പത്തൊന്നിനും ഉപകരിക്കില്ലെന്ന് അമ്മായിയമ്മമാര് മനസ്സിലാക്ക. സമ്പത്തൊന്നിനും ഉപകരിക്കില്ലെന്ന് അമ്മായി അപ്പന്മാര് മനസ്സിലാക്ക. കല്യാണം എന്ന് പറയുന്ന കച്ചവടമല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്ക. എനിക്കൊരു ഡോക്ടറിനെ അറിയാം, മിടുക്കി ഡോക്ടറാ. ഇന്ന് അവൾക്ക് 32 വയസ്സുണ്ട്, അവിടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരാരാച്ചാര് ഡോക്ടർ കുടുംബം വന്ന് കല്യാണം പറഞ്ഞു. 50 ലക്ഷം 1 കോടി രൂപ സ്ത്രീധനം പറഞ്ഞു. അവള് പറഞ്ഞ നീ പോയി പശുവിനെ വാങ്ങിക്ക. നിനക്ക് പെണ്ണിനെ അല്ല വേണ്ടത്, നിനക്ക് പശുവിനെയാ വേണ്ടത്. സ്ത്രീധനം വേണ്ടവര് പശുവിനെ കല്യാണം കഴിക്കും മക്കളെ. പശുവിനെയാ നീ കിട്ടുന്നത് നല്ലത്. നാളെ വെട്ടി വിറ്റാ കിട്ടും നിനക്ക് പൈസ. നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങൾക്ക് സ്ത്രീധനം വേണോ? സ്ത്രീധനം വാങ്ങിക്കുന്നവർ നരകത്തിൽ പോകൂ. മിണ്ടാണ്ടിരുന്ന മക്കളെ വളർത്തിക്കോ. ഹല്ലേലൂയ. നാണമില്ല മക്കളെ, നാണമില്ല. സമ്പത്തുള്ളവൻ സമ്പത്തെന്ന പിശാചിന്റെ അടിമത്തത്തിലാണ്. കാശുകാരൻ, ധനവാൻ, സമ്പന്നൻ സമ്പത്തെന്ന പിശാചിന്റെ അടിമത്തത്തിലാണ്. നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. എന്നിട്ട് വല്ലവന്റെ വീട്ടിലുണ്ടാക്കി വെച്ചതുകൂടെ നിന്റെ മോൻ ഭാഗിച്ചോണ്ട് വരുമ്പോഴാണ് സ്ത്രീധനം എന്ന പേരില്ല. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന മക്കളുടെ ഈസ്റ്റർ അച്ഛൻ്റെ ഒരു യാചനയാണ്. സ്ത്രീധനം ചോദിച്ചേക്കരുത്. പശുവിനെ വാങ്ങിക്കാൻ പോകണം. സ്ത്രീധനം ചോദിക്കണം ആർക്കെങ്കിലും തോന്നിയാൽ പശുവിനെ വെട്ടുന്നിടത്തുനിന്ന് പശുവിനെ പെണ്ണിനെ ചോദിക്കാൻ പോകല്ല. നീ കല്യാണം കഴിക്കുന്ന പശുവിനെ വാങ്ങിക്കുന്നതാടാ പോനെ. നീ ഡോക്ടറായിട്ട് എന്നാടാ ഗുണം? നിനക്ക് സംസ്കാരമില്ലല്ലോടാ പോനെ. ഈ ഫ്രാൻസിസ് ബാബ നിനക്ക് അറിയോ? വേറൊരു കാര്യം പറയാം. നമ്മുടെ ഇവിടെ എനിക്കൊന്ന് ഇവിടെ ഈ ഭൂകമ്പം ഉണ്ടായപ്പം എത്രയോ കോടി രൂപയായി പാപ്പ തന്നത് നമുക്ക്. ഇതുപോലെ പള്ളിയിലിടുന്ന നേർച്ച പൈസയായി പള്ളി പാപ്പ കൊടുക്കുന്നത്. നോർത്തില് ഞാൻ ഓർക്കണില്ലേ, എനിക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്താണ് 100 കോടി രൂപ അങ്ങോട്ട് കൊടുത്തു. 100 കോടി ഫ്രാൻസിസ് മാപ്പ കൊടുത്ത. എനിക്ക് കൃത്യം കണക്കുകൾ ഏകദേശം ഉണ്ട്. അലിവ് വന്ന് കഴിയുമ്പോ നിങ്ങൾക്കറിയാവോ, പാപ്പായുടെ വീട്ടിൽ താമസിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാവോ? ഒരു ഹോസ്റ്റലിലെ 2 മുറിക്കകത്ത് താമസിച്ചവന്റെ പേരാണ് ഫ്രാൻസിസ് പാപ്പ. നിങ്ങൾക്ക് എന്നെ തോന്നണില്ലേ? ബംഗ്ലാവിൽ താമസിക്കും നിങ്ങളോടാ ഞാനിത് പറയുന്നത്. ബംഗ്ലാവിൽ താമസിക്കും നിങ്ങളോടാ ഞാനിത് പറയുന്നത്. 10ഉം 20ഉം ബെഡ്റൂമുള്ള വീട്ടിൽ താമസിക്കും നിങ്ങളോടാ ഞാൻ പറയുന്നത്. സ്വന്തമായിട്ടൊരു പാലസ് ഉണ്ടായിട്ട്, രാജകൊട്ടാരം ഉണ്ടായിട്ട്, രാജകൊട്ടാരത്തിൽ താമസിക്കാതെ പിതാക്കന്മാര് ഭർത്താക്കന്മാർക്ക് താമസിക്കാറില്ല. സാന്താ മാർത്ത ഹോസ്റ്റൽ, അവിടുത്തെ മുറികളിൽ ഒതുങ്ങിക്കൂടിയ ഒരു പാപ്പായെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വണ്ടിയുടെ വില എത്രയാ? 40 ലക്ഷം. എനിക്ക് തോന്നുന്നു 10 ലക്ഷം രൂപയുടെ കാറെ സഞ്ചരിച്ച ഉണ്ടക്കാറില്ല. നിങ്ങൾക്ക് അറിയോ? അത് കോടിക്കണക്കിന് രൂപയുടെ വണ്ടി കൊടുക്കാറുണ്ട്. BMW കമ്പനി ബാബാനെ അത് വിറ്റിട്ട് പാവങ്ങൾക്ക് കൊടുക്കും. നിങ്ങൾക്ക് ഈ ഫ്രാൻസിസ് ബാബയെ നല്ല പരിചയം കാണാൻ വഴിയില്ല മക്കളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചെറിയ വണ്ടിയിൽ പോയി യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചെറിയ വണ്ടി യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ചെറിയ വീട്ടില് ബസ്സിൽ യാത്ര ചെയ്ത് പാപ്പായായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോ പാപ്പായുടെ കോടിക്കണക്കിന് രൂപയുള്ള വണ്ടി വാതിക്കെ വന്നപ്പോ മെത്രാനച്ചന്മാരുടെ കൂടെ കർദിനാളുമാരുടെ കൂടെ ബസ്സേ കയറി യാത്ര ചെയ്തവനാണ് എന്റെ ഫ്രാൻസിസ് പാപ്പ. കൈ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും മകളെ. കൈ കൗത പോലെ കൈ അടിച്ചു കൊടുക്കുക ഒരു മഹത്വം. വിലകെട്ടവർക്ക് വേണ്ടി നമ്മൾ കൈയടിക്കാതെ വിലയുള്ളവന് വേണ്ടി കൈയടി കൊടുക്കുന്ന മക്കളെ. മകളെ, ഈ മനുഷ്യൻ ഇങ്ങനത്തെ ഒരു പപ്പട്ടെ. അപ്പൊ മഹത്വത്തോടെ ജീവിക്കണം മക്കളെ. ഒന്നിനും നമ്മുടെ വില കുറയ്ക്കില്ല. ഉദ്ധാനത്തിന് അർത്ഥവിധാ മക്കളെ. ഒന്നിനും നമ്മുടെ വില കുറയ്ക്കാൻ പറ്റില്ല. നീ ഒരു ദൈവപുത്രനാണ്.
നീ ഒരു ദൈവ പൈതലാണ്, നിന്നിൽ ദൈവ ചൈതന്യമാണ്. വചനത്തിലേക്ക് വരാം. 24-ാം അധ്യായം. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുക്കലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഈസ്റ്റർ രാത്രിയിൽ പാപ്പ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു പോക്ക് പോയതാണ്. ജോൺ പോൾ പാപ്പ മരിക്കുന്ന അടുത്ത ആഴ്ചയാണ്, കരുണയുടെ ആഴ്ച. അടുത്ത ശനിയാഴ്ച പാപ്പ മരിക്കുന്നത്, ജോൺ പോൾ പാപ്പ മരിച്ചത്. വിശുദ്ധവാരത്തിന് ചോദിച്ചു, പാപ്പ എങ്ങനെയുണ്ട്? ഐ ആം ദ ബെസ്റ്റ് ഇൻ ദിസ് ഹോളി വീക്ക് എന്ന പാപ്പ പറഞ്ഞത്. And he was the best, അല്ലേ? ഒരു പെസഹ കുഞ്ഞാടിനെ പോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി വധിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ, he was the best in this holy week. ഞാൻ നിങ്ങൾ പാട്ടും പാടി കാത്തിരുന്നെങ്കിൽ ആ പാപ്പ യാത്ര ചെയ്തു മക്കളെ, കുരിശിന്റെ വഴിയിലൂടെ, വേദനയുടെ വഴിയിലൂടെ, സങ്കട കടലിലൂടെ. ഈസ്റ്റർ ഞായറാഴ്ച കൈ ഉയർത്തി ആശീർവദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വീഡിയോ കണ്ടു കാണും. കൈ അധികം പൊക്കാനുള്ള കഴിവൊന്നും അപ്പോഴില്ല, എന്നാലും ഉയർത്താൻ പറ്റുന്ന അത്രയും ഉയർത്തി. ഞാൻ ഒരു 10 തവണയല്ല ആശീർവാദം വാങ്ങിച്ചത്. അത് വീണ്ടും വീണ്ടും ആ സീൻ കണ്ട് ഞാൻ പലതവണ ആശീർവാദം നിങ്ങൾക്ക് വേണേൽ വാങ്ങിച്ചു. കുറച്ച് ദിവസം കൂടെ നെറ്റിലൊക്കെ കിട്ടും. അത് ദ ലാസ്റ്റ് മൊമെന്റ്സ് ഓഫ് പോപ്പ് ഫ്രാൻസിസ്. ആശീർവാദം സ്വർഗത്തിന്റെ ആശീർവാദം, ദൈവത്തിന്റെ ആശീർവാദമാണ്. അതൊരു വിശുദ്ധന്റെ ആശീർവാദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഈശോയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പക്ഷി കടിച്ചു പറിച്ച്, ഏതെങ്കിലും മൃഗം കടിച്ചു പറിച്ച് തീരേണ്ടവനായിരുന്നു ക്രിസ്തു. കുരിശിൽ തൂക്കിക്കൊന്നവർക്ക് ഒരിക്കലും ശവസംസ്കാരമില്ല. കുരിശിൽ തൂങ്ങിയവന് മണ്ണിലടക്കം പാടില്ല എന്ന് മോശയുടെ നിയമം പോലും പറയുന്ന ഒരു കാലഘട്ടത്തില് ഇതാ കർത്താവിനെ അടക്കുവാനായിട്ട് സാൻഹെദ്രിൻ, യഹൂദരുടെ ഉന്നതാധികാര സമിതിയിൽപ്പെട്ട 2 പേര്, ജോസഫും അരിമത്യക്കാരൻ ജോസഫും നിക്കോദേമോസും ഇറങ്ങി വന്നുവെന്ന് വിശ്വസിക്കുന്നതിന് മാത്രം കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പട്ടി തിന്നും പക്ഷി തിന്നും തീരേണ്ടവനല്ല എൻ്റെ കർത്താവ്. പക്ഷി തിന്നും പട്ടി നിന്നും തീരേണ്ടവനല്ല ഒരു വിശ്വാസി. മരിച്ചവനും മഹത്വമുണ്ടെന്ന്, മരിച്ചവനും മഹത്വത്തോട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാം. നോക്കിയേ, ഒരു സാധാരണ ഒരു വ്യക്തി മരിച്ചാൽ എന്തൊക്കെ കിട്ടുമോ? അല്പം കഴിയുമ്പോൾ നിങ്ങൾ ആൾക്കാരെ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സുവിശേഷം പ്രസംഗിച്ചിട്ട് അച്ഛൻ ആൾത്താരയിൽ വരും. അപ്പം എടുത്തു വെക്കും, വീഞ്ഞെടുത്ത് വെക്കും, ഒഴിച്ചു വെക്കും, മൂടി വെക്കും, ധൂപക്കുറ്റി വീശും, സൗരഭ്യം പൂശും. അവന്റെ ശരീരം ആൾത്താരയിൽ ഒരുങ്ങുന്നതാണ് മക്കളെ. അത് കുർബാന എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരം ആൾത്താരയിൽ ഒരുങ്ങുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു മഹത്വം മക്കളെ. നിങ്ങൾ അന്തസ്സോടെ ജീവിക്കണം എന്നാണ് കർത്താവ് പറയണത്. വേറൊന്നും ഇതിന് വേറെ മെസ്സേജ് ഒന്നും ഇല്ല മക്കളെ. ഈസ്റ്ററിന്റെ സന്ദേശം ഇല്ല. നിങ്ങൾ അന്തസ്സോടെ ജീവിക്ക്, നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്ക്, നിങ്ങൾ പേര് കളയാതെ ജീവിക്ക്. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടാതെ ജീവിക്ക്, നിങ്ങൾ ദുഃഖിക്കാതെ ജീവിക്ക്, നിങ്ങൾ തളരാതെ ജീവിക്ക്. വചനം പറഞ്ഞേ ഹല്ലേലൂയ, വചനം പറഞ്ഞേ ഹല്ലേലൂയ, വചനം പറഞ്ഞേ ഹല്ലേലൂയ, വചനം പറഞ്ഞേ ഹല്ലേലൂയ. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഓരോ കുർബാനയ്ക്കും വരുമ്പോ കർത്താവിനെ ഒരുക്കുവാനായിട്ട് സുഗന്ധദ്രവ്യം വിശ്വാസികളുടെ കൈകളിൽ ഉണ്ടാവണം. നിന്റെ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ പേര്, നിന്റെ ജീവിതത്തിന്റെ പുണ്യത്തിന്റെ പേര്, നീ ചെയ്ത നന്മകളുടെ പേര്, അതാണ് സുഗന്ധദ്രവ്യം. ഹല്ലേലൂയ. ദൈവങ്ങളെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏത് സുഗന്ധദ്രവ്യം നിന്റെ കയ്യിലുണ്ട്? ഏത് സുഗന്ധദ്രവ്യം നിന്റെ കയ്യിലുണ്ട്? നീ എന്ത് ത്യാഗമെടുത്തിട്ടാ, എന്ത് സങ്കടം സഹിച്ചിട്ടാ, അല്ലെങ്കിൽ എന്ത് പുണ്യം ചെയ്തിട്ടാ, ഏത് നന്മ ചെയ്തിട്ടാ നീ ആലയത്തിൽ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ഇതാ അവർ തയ്യാറാക്കി വെച്ച സുഗന്ധദ്രവ്യങ്ങൾ ആഴ്ചയുടെ ആദ്യത്തെ ഫസ്റ്റ് തിങ്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ എടുക്കുക എന്നല്ല മക്കളെ. യുദ്ധം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്യണമെന്ന് ചോദിക്കാൻ നമ്മുടെ ഫോണിലൊന്നും ആരും വിളിക്കാനില്ലല്ലോ.
ചാടി എഴുന്നേറ്റാൽ ഉടനെ ഫോൺ എടുത്ത് നോക്കുക, അവിടെ ഇരിക്കട്ടെന്ന് നിന്റെ ഫോണ്. ചാടി എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് നോക്ക്. ചാടി the first thing to do in the morning, എന്തിന്റെയും ആരംഭത്തിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം വചനമെടുത്ത് വെക്കുക. ആദ്യത്തെ കാര്യം മുട്ടിന്മേൽ നിൽക്കുക, സ്വർഗ്ഗത്തിലേക്ക് നോക്കുക, ഒരു ആമേൻ പറയുക, ഒരു ഹല്ലേലൂയ പറയുക. ഹല്ലേലൂയ. ഈ പെൺകുട്ടികൾ നമ്മളെ പഠിപ്പിച്ചു തരിക. ഈ പെമ്പിള്ളാര് മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള പെമ്പിള്ളാര് നമ്മളെ എങ്ങനെയാണ് ഒരു വിശ്വാസിയാകേണ്ടതെന്ന് പഠിപ്പിക്കുക. ഒരു ദിവസം ഉണർന്നാൽ ആദ്യം ദൈവമക്കളെ നിങ്ങളുടെ കട്ടിലിൽ തലയണയോട് ചേർത്തൊരു ബൈബിൾ വെച്ചേക്കണം. ഒരു ചെറിയ ബൈബിളെങ്കിലും നിങ്ങൾ വാങ്ങിച്ച, ഒരു പുതിയ നിയമത്തിൽ ചെറിയ ടെക്സ്റ്റ് എങ്കിലും ഇതുണ്ട്. വെല്ലുവിളിച്ചച്ചൻ പറയുക. നമ്മൾ 13 ദിവസം നോയമ്പെടുത്ത് ഉപവാസപ്പെടുത്തി ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമല്ലേ? ഇന്നു മുതൽ നോയമ്പെടുത്ത് ഉപവാസപ്പെടുത്ത് നമ്മൾ 13 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഒരു 10 മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കണം. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യാൻ പോകുന്നത് ബൈബിൾ തുറന്ന ഒരു 10 മിനിറ്റ് നിങ്ങൾ വായിക്കണം. അത് വായിക്കാൻ പറ്റാത്തൊരു ഉപവസിക്കാൻ വേണ്ട, നോയമ്പെടുക്കാൻ വേണ്ട. അതുകൊണ്ട് ഒരു കാര്യമല്ല, നിങ്ങൾ പള്ളിയിലും വരണമെന്നുകൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. രാവിലെ ഉണർന്ന് നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ആദ്യം ചെയ്യേണ്ട കാര്യം അതാ മക്കളെ. ഉണർന്ന് വചനമെടുത്ത് ബൈബിൾ എടുത്ത് വായിക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി, പറ്റുമെങ്കിൽ രാവിലെ പള്ളി പോകുന്നൊരു ശീലം മക്കളെ. പെസഹാക്കാലം ഒരു ഡോക്ടർ സിന്ധു കേൾക്കുന്നുണ്ടാവാം. ഇത് ഡോക്ടർ സിന്ധു അമേരിക്കയിലാണ്, മറ്റൊരു മതവിശ്വാസിയായിരുന്നു. ഇന്ന് ക്രിസ്തുവിനെ പറ്റി അമേരിക്കയിൽ ധാരാളം പ്രസംഗിക്കുന്നൊരു മകളുടെ പേരാണ് ഡോക്ടർ സിന്ധു. മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ക്രിസ്തുവിനോട് പ്രണയം തോന്നി. അവൾ മാമോദീസ സ്വീകരിച്ചു. അവൾ ക്രിസ്ത്യാനിയായി മാറി. ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചു. 5-8 മക്കളുമായിട്ട്, ഇപ്പോൾ എത്ര പിള്ളേരുണ്ടെന്ന് എനിക്കറിയില്ല, 5-ൽ കൂടുതൽ കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുത്ത് ജീവിക്കുക. ഇവള് പറയുന്നതിൽ സാക്ഷ്യമുണ്ട്. അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയി, ഈസ്റ്ററിന് പള്ളിയിൽ പോയി. പിറ്റേ ദിവസം കോളേജ് മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, പിറ്റേ ദിവസം തിങ്കളാഴ്ച കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഈശോ ഉയർത്തല്ലോ, സന്തോഷമായി, ഇനിയിപ്പം കിടന്ന് ഉറങ്ങിയേക്കാം. ഡോക്ടർ സിന്ധു പറയുകയാണ്, അന്ന് രാവിലെ കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല. കുർബാനയുടെ സമയം 6:30 മണിക്ക് കുർബാനാകും. സിന്ധു ഞെട്ടി എഴുന്നേറ്റു. സിന്ധു നോക്കുമ്പോ ഈശോ കട്ടിലിരിക്കുക. സിന്ധു ചോദിച്ചു, എന്താ ഈശോയെ നീ ഇവിടെ വന്നിരിക്കുന്നത്? നീ വരുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ട് നിന്നെ കാണാഞ്ഞിട്ട് നീ കിടക്കുന്നിടത്ത് നിന്നെ തേടി വന്നതാ. സിന്ധു പറയുന്നു, ഡോക്ടർ സിന്ധു ആ സമയത്ത് കുളിച്ച് അവൾ റെഡിയായിട്ട് അവൾ ഓടി ചാപ്പലിലേക്ക് പോയി. അവൾ അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ലെന്ന് ആ മകളുടെ സാക്ഷ്യം. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വലിയ നോയമ്പ് തീർന്ന് പിറ്റേ ദിവസം നമ്മൾ കള്ളു കുടിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം പന്നി ഇറച്ചി തിന്നു, പശു ഇറച്ചി തിന്നു, പട്ടി ഇറച്ചി തിന്നു, എല്ലാ ഇറച്ചിയും നമ്മൾ തിന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്തിനാടാ കുട്ടാ നീനൊക്കെ ഈ നോയമ്പൊക്കെ? ഈ ഇറച്ചിയൊക്കെ തിന്നുള്ള ആക്രാന്തത്തിന് വേണ്ടിയിട്ടാണോ നിനക്ക് നോയമ്പ്? നിനക്ക് ക്രിസ്തുവിനെ അല്പം കൂടെ ഒക്കെ സ്നേഹിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ വേണ്ട എന്ന് വെക്കാനുള്ള കരുത്ത് നിനക്കില്ലേ? ഹല്ലേലൂയ. അന്നുകൊണ്ട് എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത് മക്കളെ. അവള് പറയാം, അന്ന് മുതൽ അവൾ തിരിച്ചറിഞ്ഞു അവളുടെ ഈശോയ്ക്ക് അവളോടുള്ള സ്നേഹം. ഹല്ലേലൂയ. എന്ന് നമ്മൾ ക്രിസ്തുവിനെ നമ്മളോടുള്ള പ്രത്യേക സ്നേഹം തിരിച്ചറിയുന്നുവോ അന്ന് നമ്മുടെ ജീവിതം മാറി തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്ന അവരുടെ വിഷയമായിരുന്നു. മറ്റു സുവിശേഷം വായിക്കുമ്പോൾ എങ്ങനെ കല്ലുരുട്ടി മാറ്റും? ആരോഗ്യമുള്ള ഒരു 20 റോമ പട്ടാളക്കാർ പിടിച്ച് തള്ളിയാൽ ചിലപ്പോൾ ആ കല്ല് മാറും. ഇവിടെ മറിയവും സലോമിയും കൂടെ പോയിരിക്കുക. 2 ഫീബിൾ ലേഡീസ്, ബലഹീനരായ 2 പെൺകുട്ടികൾ. ദൈവ പൈതലേ, നീ അല്ലൊന്നും ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നെന്ന് നമുക്കൊരു ധാരണയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമ്മുടെ ദൈവം നമുക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ വിളിച്ചോളൂ. ദൈവങ്ങളെ,
What is impossible for you is possible for God. മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്, നിങ്ങൾക്ക് അസാധ്യമായത് നിങ്ങളുടെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം നിങ്ങളുടെ കർത്താവിന് നിസ്സാരമാണെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അതിൽ ഇടപെടാൻ പറ്റും. ഹല്ലേലൂയ. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി. സ്നേഹിക്കുന്നവർക്ക് ഒരു അസാധ്യത ഉണ്ടാവില്ല മക്കളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. Everything is possible with love. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറയുന്നത് പോലെ സ്നേഹത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. ദൈവങ്ങൾ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ ഇന്ന് അത്രമേൽ പ്രണയത്തിലാണ്, അത്രമേൽ സ്നേഹത്തിലാണ് ദൈവത്തോടെങ്കിൽ നിന്റെ കാര്യത്തിൽ ദൈവം വിസ്മയങ്ങളും അത്ഭുതങ്ങളും നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ചെയ്തു തരും. നിനക്ക് ദൈവം ഒരു വിഗ്രഹമാണെങ്കിൽ, നിനക്ക് ദൈവം ഒരു മൺപ്രതിമയാണെങ്കിൽ, നിനക്ക് ദൈവം ഒരു സ്റ്റാച്യു മാത്രമാണെങ്കിൽ, nothing will happen in your life. ഒന്ന് സംഭവിക്കുക. കല്ലിന് എന്നാ ചെയ്യാൻ പറ്റും മക്കളെ? മണ്ണിന് എന്നാ ചെയ്യാൻ പറ്റും? മരത്തടിക്ക് എന്നാ ചെയ്യാൻ പറ്റും? നിന്റെ സ്നേഹം കൈയും കാലും കാതും കണ്ണും കരളുമുള്ള ദൈവത്തോടാണെങ്കിൽ ആ ദൈവത്തിന് നിനക്ക് വേണ്ടതിൽ അപ്പുറം ചെയ്തു തരാൻ പറ്റൂ. വിളിക്കേ മക്കളെ. മക്കളെ, നമ്മുടെ ദൈവത, അച്ഛൻ്റെ ദൈവത, അച്ഛൻ്റെ ദൈവത, എൻ്റെ ദൈവത മക്കളെ. ചങ്ങലയില്ലാത്തൊരു ദൈവമാണ് എൻ്റെ ദൈവം. കൈക്ക് നല്ല കുറുകിപ്പോയിട്ടില്ലെന്നൊക്കെ പ്രവാചകനിലൂടെ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ അകത്തു കടന്ന് നോക്കിയപ്പോൾ വല്ലതും പിടികിട്ടണുണ്ടോ? സക്കാരിക്കകം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നേലും ദുഃഖ വെള്ളിയാഴ്ച കണ്ടു കാണും. തുറന്നിട്ടേക്കുമായിരുന്നു. അവര് സക്കാരിയ മക്കളെ. ഇത് സക്കാരിക്കകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും എത്തി നോക്കിയിട്ടുണ്ടോ? ആൾത്താരയ്ക്കുള്ളിലേക്ക് നിങ്ങൾ എന്തെങ്കിലും എത്തി നോക്കിയിട്ടുണ്ടോ? ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതെ മക്കളെ, എന്തെങ്കിലും എത്തി നോക്കണോടാ കൂട്ട. കുരിശിനകത്തോട്ട് എത്തി നോക്കണം. കാലിത്തൊഴുത്തിനുള്ളിലേക്ക് എത്തി നോക്കണം. കുർബാനയ്ക്കുള്ളിലേക്ക് എത്തി നോക്കണം. കർത്താവിന്റെ മുറിവിനുള്ളിലേക്ക് എത്തി നോക്കണം. ദൂരെ നിന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഫ്രാൻസിസ് പാപ്പയുടെ കഥ പറഞ്ഞല്ലോ. ഫ്രാൻസിസ് പാപ്പ അടക്കാൻ പോകുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല. വത്തിക്കാന് വെളിയിൽ the most sacred and holy country in the world is Vatican. പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ അസ്ഥികൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം വത്തിക്കാൻ. മതിലുകൾക്ക് വെളിയിൽ മരിയ മജോറെ ദേവാലയത്തിൽ അടക്കുക. നമ്മൾ വളരെ നിങ്ങൾ സിമ്പിളായിട്ട് എടുത്ത് കാണും അല്ലേ? തെമ്മാടിക്കുഴിയിൽ എന്നെ അടക്കിയാൽ മതി. പിടികിട്ടിയോ? പിടികിട്ടണ്ട. ഞാൻ മനസ്സിലാക്കിയ കാര്യം, എന്നെ തെമ്മാടിക്കുഴിയിൽ അടക്കാമോ? എന്നെ മാർപ്പാപ്പമാരോടൊപ്പം അടക്കണ്ട. എന്നെ വിശുദ്ധരോടൊപ്പം അടക്കാനുള്ള വിശുദ്ധി എനിക്കില്ല. ദൂരെ 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 ഒരിടത്ത്. ഈ മനുഷ്യൻ കുഴി കണ്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ പാപ്പായുടെ കുഴി ആളിക്കത്തുക മക്കളെ, കുഴി ആളിക്കത്തുക. ഞാനിപ്പം വിചാരിക്കുന്നത് വിമലഗിരിയിൽ അച്ഛന്മാരുടെ കല്ലറയിൽ എന്നെ അടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ചിന്ത മാറ്റിക്കൊണ്ടിരിക്കാൻ പോവുക. എവിടെ മരിക്കുന്നു അവിടെ കുഴിച്ചിട്ടേക്കാൻ പറയാൻ പോവുക. എവിടെ മരിക്കുന്നു അവിടെ കുഴിച്ചിട്ടേക്കാൻ പറയാൻ പോവുക. കാരണം അച്ഛന്മാരുടെ കൂടെ കിടക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നേ. അച്ഛന്മാരുടെ കൂടെ ഒന്നും കിടക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഹല്ലേലൂയ. മരണത്തിന് ശേഷം പോലും നമ്മുടെ മഹത്വം കാണിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ചവോടക്കനൊക്കെ എന്നാ പറയണത്, എന്താ അവരുടെ പേര് എനിക്കറിയത്തില്ല. ചവോടക്കാൻ വേണ്ടി കരയാനൊക്കെ ഉള്ള ഒരു മേക്കപ്പ് ഇട്ട് കുറച്ച് പെണ്ണുങ്ങൾ വരുന്നതിൻ്റെ പേരനാണോ? നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഞാനൊരു ഇടത്ത് ചെന്നപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പെണ്ണുങ്ങൾ 3-4 പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട്. കണ്ണീരൊഴുകാനുള്ള വരയാ, കണ്ണീരൊന്നും ഇല്ലെന്നേ. കാരണം സ്വന്തം മക്കൾ കരയാത്തടുത്ത് ഈ പെണ്ണുങ്ങൾക്ക് എന്നാ കാര്യമുള്ളത്? 12,000 രൂപ കിട്ടുമായിരിക്കും കരച്ചിലുകാർ. എന്നാ വരിക കേട്ടില്ല. ഇവന്റ് മാനേജ്മെന്റ്, അപ്പനെ അടക്കാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് വെക്കുന്ന ഈ മക്കളൊക്കെ എന്നാ സത്യത്തിൽ പറയേണ്ടത്? ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒരു പണി ക്ഷമിക്കുക കേട്ടോ. എടാ, നീ ചുമക്കണോടാ അപ്പനെ. വല്ലവനെ കൊണ്ട് അപ്പനെ ചുമപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആ കഷ്ടപ്പാടിക്കൊണ്ട് അപ്പനെ അടക്കട കൊച്ചേ. ഒരു മനോഹാരിതയുണ്ട് മോനെ. നിന്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ കൂടെ കൊടുക്കുക, കഞ്ഞിയും പയറൊക്കെ കൊടുത്താൽ പോരെ. എന്തിനാടാ കൊച്ചിനെ അപ്പനെ വെച്ച് കാശുണ്ടാക്കുന്നത്? അങ്ങനൊന്നും അനുവദിക്കരുത്. വളരെ സിമ്പിളായിട്ട് ജീവിതമൊക്കെ ചിന്തിക്കാൻ നോക്കും മക്കളെ. 10,000 പേരെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് ഇല്ലെന്ന്. ബി സിമ്പിൾ പൊന്നു മക്കളെ. ഈശോയുടെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അച്ഛന് പ്രാന്താണ്, അച്ഛൻ ഇന്ന് പ്രാന്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, കർത്താവിൻ്റെ കുരിശ്. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ വല്ലവരും കൂടിയോ? 10,000 ബുദ്ധിയില്ലാത്ത നിങ്ങൾ 10,000-2,000 പേരല്ലേ? 1,000 പേര് കൂടുതൽ പാതിരയ്ക്ക് 3 മണിക്ക് എഴുന്നേറ്റിരുന്നു. ബോധമില്ലാത്ത നിങ്ങൾ കിടന്നു ഉറങ്ങേണ്ട സമയത്ത് 1000 പേര് കൂടുതൽ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. ബസാവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി ദിവസങ്ങളിൽ ആരോ ഒരു മനുഷ്യൻ, രോഗിയാണ് അദ്ദേഹം, രോഗക്കിടക്കയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കത് ആ സാക്ഷ്യം മതിയച്ചോ, ഭയങ്കര ഒരു ബലം കിട്ടിയച്ചോ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാഞ്ഞപ്പോൾ 3 മണി സമയത്ത് ബസാവ്യാഴത്തെ ആരാധന എടുത്ത് വെച്ചിരിക്കുക. പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ച വെളുപ്പാങ്കാലത്ത് 3 മണിക്കിരുന്ന് ഈ മനുഷ്യൻ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴത് രോഗക്കിടക്കെ കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാനീ പറയുന്നത് സാറിനെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം വെളുപ്പാങ്കാലത്ത് ഞാനും ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെലവില്ലാത്തൊരു ദൈവസ്നേഹമില്ല മക്കളെ, ചെലവില്ലാത്തൊരു ദൈവവിശ്വാസമില്ല. നിങ്ങളുടെയൊക്കെ കാര്യമാണ് കഷ്ടം. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് 12 മണിക്ക് തുടങ്ങിയതായി നിങ്ങളോട് ക്യാമറ ഫിറ്റ് ചെയ്ത് 3 മണിക്ക് എഴുന്നേറ്റൊന്നും അല്ല വരും. നിങ്ങൾ ഓർത്താണ് 1-1:30 ആയപ്പോൾ എത്തിയെന്ന് എനിക്കൊന്നും ഇവരല്ല. 1.5 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്ത് 3 മണിക്ക് 2:55 ആയപ്പോൾ ശുശ്രൂഷകൾ ആരംഭിക്കുക. ഒരു സന്തോഷവും മക്കൾ. ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിശുദ്ധവാരം ഇപ്പം കടന്നുപോയി. ഇത്രയും സുന്ദരമായ ആഴങ്ങളുള്ള ദൈവാനുഭവമുള്ള ഒരു വിശുദ്ധവാരം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരുണ്ടായി. പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. വെളുപ്പിന് 3 മണിക്ക് ആദ്യ യാമത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തല്ല, ഞാൻ സാർത്ഥതയായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ ചെയ്തതായിരുന്നത്. അപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞ് ഇവർക്കൊക്കെ സന്തോഷം, പാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരൊക്കെ നല്ല ഗംഭീരമായിട്ട് പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവനാണ് അതിലും വലിയ എക്സൈറ്റ്മെൻറ്റ്. അച്ഛൻ സൂപ്പറായിരുന്നു പറഞ്ഞുകൊണ്ട് ക്യാമറക്കാർ നിൽക്കുന്നു. എൻ്റെ ഉള്ളിൽ നൊമ്പരമായിരുന്നു, നോവായിരുന്നു. എൻ്റെ ഈശോയുടെ സങ്കടങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവങ്ങളെ തമ്പുരാന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീകൾ. ഹല്ലേലൂയ. അകത്തേക്കൊന്ന് എത്തി നോക്കണം മക്കളെ. ലുക്ക് ഇൻ ടു ദ ഹോളി മാസ്. നമ്മുടെ ആത്മീയതയിൽ ഇതിനുള്ളിലേക്ക് നോക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. 13 ദിവസം നോയമ്പെന്ന് ആരംഭിക്കുകയല്ലേ. 13 ദിവസം കഴിഞ്ഞപ്പോഴും ലോട്ടറി അടിച്ചില്ല. 13 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ വിസ കിട്ടിയില്ല. 13 ദിവസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായില്ല. 13 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം നടന്നില്ല. നടക്കണ്ടെന്ന് എൻ്റെ ഈശോയെ നീ ഉയർത്തല്ലോ, നീ ഉയർത്തല്ലോ. നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതുപോലെ അല്ല മക്കളെ. ദൈവത്തിൻ്റെ പദ്ധതികൾ. ഈ പെങ്കൊച്ചുങ്ങൾ എന്തിനാ ഓടിപ്പോയി? ഈശോയുടെ ശരീരത്തിൽ തൈലം പൂശാൻ വേണ്ടി ഓടിയതാണ്. They did not see that. നീ പ്രാർത്ഥിക്കുന്നത് അതുപോലെ സംഭവിക്കണമെന്നൊന്നും ബലപ്പിടിക്കേണ്ട മക്കൾ. നിങ്ങൾ പ്രാർത്ഥിച്ചു. യു കണ്ടിന്യൂ ടു പ്രേ. ഈ മറിയം ഉണ്ടല്ലോ, ഈ മറിയം ഒരു 2 ആഴ്ച മുമ്പ് അന്ന് ശിമയോൻ്റെ വീട്ടിൽ വെച്ച്
തൈലം പൂശിയത് അവൾ മറന്നുപോയി. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൾ എൻ്റെ അന്ത്യകർമ്മത്തിന് വേണ്ടി ചെയ്ത തൈലം പൂശലാണിതെന്ന്. 300 ദനാറയുടെ നാർദീൻ തൈലം വാങ്ങിച്ച് അവൾ അവൻ്റെ പാദങ്ങളിൽ പുരട്ടിയപ്പോൾ അവൻ പറഞ്ഞായിരുന്നു, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ചെയ്തതാ. ഹല്ലേലൂയ. ശവസംസ്കാരത്തിന് വേണ്ടി ഒരിക്കൽ ചെയ്താൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞത് പിടികിട്ടിയോ? ഇവളെൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷിയായിട്ട് വരും. ദൈവമക്കളെ, ഒരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിക്കഴിയുമ്പോഴേ, ഒരു സസ്പെൻഷൻ കിട്ടിക്കഴിയുമ്പോഴേ, ഒരു റിജക്ഷൻ കിട്ടിക്കഴിയുമ്പോഴേ, ഒരു അപമാനം കിട്ടിക്കഴിയുമ്പോഴേ ഓർത്തോട കുട്ട, ഒരഭിഷേകം ഒഴുകാൻ പോവുക, ഒരനുഗ്രഹം ഒഴുകാൻ പോവുക, ഒരു കൃപയൊഴുകാൻ പോവുക, ഒരു സൗഖ്യം ഒഴുകാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ കിട്ടൂന്ന് വിചാരിച്ചതാ, കിട്ടിയില്ല. കാണുമെന്ന് വിചാരിച്ചതാ, കണ്ടില്ല. അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവമക്കൾ എഴുന്നേറ്റ്, നിന്റെ ജീവിതത്തിലെ ശൂന്യതകളും നിന്റെ അന്വേഷണങ്ങൾ പരാജയപ്പെടുമ്പോഴും തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാരെ നിനക്കൊരു സ്വർഗീയ ഇടപെടൽ നിനക്ക് കിട്ടാൻ പോവാന്ന്. ഇരു കരങ്ങളും ഉയർത്തുന്നു, വിളിച്ച് ഈശോയേ, ഒച്ചനെ വിളിക്ക് ഈശോയേ, ഈശോയേ. ഓ കർത്താവേ, നീ ഞങ്ങളിൽ നിറയണമേ കർത്താവേ, നിന്റെ ശക്തി ഞങ്ങളിൽ നിറയണമേ കർത്താവേ, നിന്റെ സ്നേഹം ഞങ്ങളിൽ നിറയണമേ, നിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയണമേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ. കൂട്ടയത്ത് വാഴുന്ന പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ